നമസ്കാരം. BJP അധ്യക്ഷനാവണമെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമായി നടക്കുകയാണ് ഇന്ന് BJP നേതാക്കന്മാരെല്ലാം തന്നെ. BJP അധ്യക്ഷൻ സ്ഥാനത്തേക്കുള്ള കടുത്ത പോരാട്ടമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിലെ സ്ഥിതിയാണ് അതിദയനീയം. കേരളത്തിൽ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നേരത്തെ മുതൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വലിയ രീതിയിലുള്ള പോരായിരുന്നു നേതാക്കന്മാർക്കിടയിൽ ഉണ്ടായത്. എന്നാൽ കേരളത്തിലാകട്ടെ അധ്യക്ഷ കസേരയ്ക്ക് വേണ്ടിയിട്ട് സുരേന്ദ്രനും ശോഭയും അതോടൊപ്പം ചന്ദ്രശേഖരും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇപ്പോൾ തമ്മിലടി രൂക്ഷമായിരിക്കുകയാണ്. തമ്മിൽ പിടിവലിയാണ്. കസേരയ്ക്ക് വേണ്ടിയിട്ട് സുരേന്ദ്രനും ശോഭയും ഒക്കെ കേന്ദ്രത്തിനെ ഇങ്ങനെ സുഖിപ്പിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവരൊക്കെ BJP അധ്യക്ഷനായാൽ കേരളത്തിൽ BJPക്ക് ഭരണം കിട്ടുമെന്ന അജണ്ടകൾ വരെ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കെല്ലാം തന്നെ വലിയ രീതിയിൽ തിരിച്ചടിയാകുന്ന നീക്കമായിരുന്നു കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന നിലപാടെന്ന് പറയുന്നത്. രാജീവ് ചന്ദ്രശേഖറിനെ BJP അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിലാണ് കേന്ദ്രം. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജീവ് ചന്ദ്രശേഖറുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അധ്യക്ഷനാകുന്നതുമായി ബന്ധപ്പെട്ട് അമിത്ഷാ രാജീവ് ചന്ദ്രശേഖറിൻ്റെ അഭിപ്രായം തേടിയതായിട്ടാണ് വിവരം. അതേസമയം ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിൽ അനുകൂല നിലപാടല്ല രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചത്. കാരണം അധ്യക്ഷ പദവി ഏറ്റെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ സ്ഥിരമായിട്ട് തുടരേണ്ടതായിട്ട് വരുമെന്നതാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ വേവലാതി എന്ന് പറയുന്നത്. എന്നാലോ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ഒരു സുവർണ അവസരം അത് കളഞ്ഞു കുളിക്കാനും സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ. എന്തായാലും കേന്ദ്ര നിലപാട് സുരേന്ദ്രനെ ഇപ്പോൾ കടുത്ത ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഇത്രയും നാൾ കേരളത്തിൽ മാത്രമായിരുന്നു പോരാട്ടമുണ്ടായത്. ഇപ്പോഴിതാ അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം അങ്ങ് ഗുജറാത്തിലും തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഗുജറാത്തിലാകട്ടെ BJP അധ്യക്ഷനാകാനായിട്ട് കടുത്ത മത്സരമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിലെ പ്രധാന നഗരങ്ങളായിട്ടുള്ള സൂറത്തിലാണ് ഭരണകക്ഷി പാർട്ടിയുടെ തലവനാകാനുള്ള പോര് ഇപ്പോൾ കടുത്തുകൊണ്ടിരിക്കുന്നത്. BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് 70ഓളം നേതാക്കളാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന BJP അധ്യക്ഷൻ നിയോഗിച്ച 4 അംഗ സമിതിയാണ് ഭാരവാഹി തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത്. അഹമ്മദാബാദ് മുൻ MLA ആയിട്ടുള്ള രാകേഷ് ഷാ, അതുപോലെ പഞ്ച്മഹൽ BJP സംഘടനാ സെക്രട്ടറി കുൽദീപ് സോളങ്കി, ഛോട്ടാ ഉദയ്പൂർ BJP ഇൻചാർജ് രമേശ് ഉഗാനി, വൈസ് പ്രസിഡന്റ് പങ്കജ് ദേശായി എന്നിവരാണ് ഈ സംഘത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം ഉന്നയിലെ കമലം കാര്യാലയത്തിലെത്തിയ ഇവർ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസത്തോടെ 70 സ്ഥാനാർത്ഥികളാണ് സൂറത്ത് സിറ്റി BJP പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അപേക്ഷ സമർപ്പിച്ചത്. എല്ലാ അപേക്ഷകളും പരിശോധിച്ച ശേഷം സംസ്ഥാന പാർലമെന്ററി ബോർഡിന് ഈ പട്ടിക കൈമാറുമെന്നും ആ സമിതിയാണ് അന്തിമ തീരുമാനം കൈക്കൊള്ളുകയെന്നും രാകേഷ് വ്യക്തമാക്കി. നിലവിലെ സൂറത്ത് സിറ്റി BJP പ്രസിഡന്റ് നിരഞ്ജൻ സഞ്ജമേറ വീണ്ടും മത്സരരംഗത്തുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. 2020 നവംബറിൽ നിയമിതനായ നിരഞ്ജൻ സൂറത്ത് മേയർ കൂടിയായി. സംസ്ഥാന BJP വൈസ് പ്രസിഡന്റ് ജനക് ഭഗ്ന, അതുപോലെ തന്നെ മുൻ സൂറത്ത് മേയർ ഡോക്ടർ ജഗദീഷ് പട്ടേൽ, മുൻ ഡെപ്യൂട്ടി മേയർ ദിനേശ് ജോദാനി ഉൾപ്പെടെയുള്ളവർ ഈ പ്രസിഡന്റ് സ്ഥാനത്തിനായിട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. മത്സരാർത്ഥികൾക്കിടയിൽ കടുത്ത മത്സരമുണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കന്മാരുടെ ലിസ്റ്റിന് പുറമെയാണ് ഇപ്പോൾ ഗുജറാത്തിൽ നിന്നുള്ള 70 പേരുടെ ലിസ്റ്റ് കൂടി വന്നിരിക്കുന്നത്. ഈ ഒരു ലിസ്റ്റ് അത് തീർച്ചയായിട്ടും അമിത്ഷായ്ക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളത് സത്യമാണ്. കാരണം രാജ്യത്ത് താൻ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കാൻ തന്നെ ഇപ്പോൾ അമിത്ഷായ്ക്ക് സമയമില്ല. അതിനിടയിലാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥ കൂടി ഇപ്പോൾ അമിത്ഷായ്ക്ക് വന്നിരിക്കുന്നത്. എന്തുതന്നെയായാലും അമിത്ഷാ ഇപ്പോൾ നടുക്കടലിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം ഇപ്പോൾ എന്ത് ചെയ്താലും പാർട്ടിക്കാണ് നഷ്ടമെന്ന ഉത്തമ ബോധ്യം അത് അമിത്ഷായ്ക്കുണ്ട്. എന്തായാലും 29 സംസ്ഥാനങ്ങളും ഈ മാസം 15-നുള്ളിൽ പാർട്ടി അധ്യക്ഷനെ തിരഞ്ഞെടുക്കുമെന്നാണ് വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടുത്ത പോരാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന കാര്യം ഇതിലൂടെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇതുവഴി വലിയ രീതിയിലുള്ള പാരവെപ്പും അതോടൊപ്പം തന്നെ പൊട്ടിത്തെറികളുമൊക്കെ തന്നെ കാണാൻ സാധിച്ചേക്കും. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.